നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 2-ാം തീയതി 1202 ആണ്ട് കർക്കിടക മാസം 17-ാം തീയതി ഞായറാഴ്ച. ഇന്ന് പൂരുരുട്ടാതി നക്ഷത്രമാണ്. നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നത് തന്നെയാണ്. ഇന്ന് ഞായറാഴ്ച. തിഥിയാവിട്ട് ഇന്നത്തെ തിഥി വരുന്നത് ചതുർത്ഥിയാണ്. അപ്പോൾ പൊതുവേ ഇന്ന് വളരെ ദോഷപ്രദമായ ദിവസമല്ല. ശരിക്കും പ്രപഞ്ചനാഥനായ സൂര്യഭഗവാന്റെ ദിനമാണ്. ഐശ്വര്യപ്രദമായ ദിനമാണ്. ശുഭനക്ഷത്രമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദവുമാണ്. അപ്പോൾ നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാം. പ്രധാനമായി ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, അതായത് കർക്കിടക മാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ പുരോഗതിയുടെ ഒരു വർഷമാണ്. വളരെ പുരോഗതിയുടെ ഒരു വർഷത്തെ തന്നിരിക്കുകയാണ്. വളരെ നേട്ടത്തിൻ്റെ ഒരു വർഷത്തെ തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ നേട്ടം വരും? ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നേട്ടം വ്യത്യസ്തമായിരിക്കും. ഉദാഹരണം, ഒരു ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും. ഒരു പഠിക്കുന്ന കുട്ടിക്ക് നല്ല റിസൾട്ട് ലഭിക്കും. കലാകാരന്മാർ ബാക്കിയുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. കാരണം പ്രകാശം നമ്മൾ അറിയപ്പെടും, ശോഭിക്കും. അതുപോലെ സാമ്പത്തിക മേഖല, ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്ന അതിൽ പുരോഗതി ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന മേഖലയിൽ ഒരു പ്രകാശപൂരിതമായ ഒരു വർഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വർഷക്കാലവും സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നമുക്ക് ഒരു ദിവസത്തെ കാര്യം നോക്കണ്ട. ഒരു ദിവസം കൊള്ളുമില്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി. ഒരു വർഷമൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. അല്ലെങ്കിൽ കുറച്ച് ടെൻഷനും അസ്വസ്ഥതയും കൂടും. മറ്റത് സൂര്യനിൽ നിന്ന് ചാർജ് ചെയ്യപ്പെടും. ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി, ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത് സൂര്യൻ്റെ എനർജിയേക്കാൾ ഏറ്റവും ശക്തി എനർജി എന്ന് പറയുന്നത് നമ്മളെ പ്രാണവായുവാണ്. അത് കഴിഞ്ഞാൽ ശരിക്ക് സൂര്യപ്രകാശത്തിന്, സൂര്യൻ്റെ എനർജിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ രാവിലെ സൂര്യൻ്റെ ദിവസം സൂര്യനെ പ്രാർത്ഥിച്ചു പോകുന്നവർക്ക് ആ എനർജി അവരിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കുകയും ഒരുമാതിരിപ്പെട്ട എല്ലാ നെഗറ്റീവ് ദോഷങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും. ആര് പ്രാർത്ഥിച്ചാലും നല്ലതാണ്. ഞാൻ ഈ സൂര്യൻ്റെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാലം വരുന്നത് തന്നെ ഓരോ ദിവസത്തിലും രാഹുകാലം നമ്മൾ കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഹുകാല സമയം 4:30 മണി മുതൽ 6 മണി വരെ 1.5 മണിക്കൂറാണ് രാഹുകാല സമയം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ രാഹുകാല സമയം 5:10 ആരംഭിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 40 മിനിറ്റ് കഴിഞ്ഞേ ആരംഭിക്കുകയുള്ളൂ. 6:44 രാഹുകാലം തീരുള്ളൂ. രാഹുകാലം തുടങ്ങുന്ന മാത്രമല്ല, രാഹുകാലം അവസാനിക്കുന്നതും 6:44 തീരുള്ളൂ. അപ്പോൾ നമ്മൾ 5 മണിക്ക് 4:30 അയ്യോ രാഹുകാലം തുടങ്ങി എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് 6 മണിക്ക് തീർന്നു എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് രാഹുകാലത്തിലായിരിക്കും. അതുകൊണ്ട് രാഹുകാലം സൂക്ഷിക്കണം. രാഹുകാല സമയത്തെ ശ്രദ്ധിക്കണം.
രാവുകാലം നമ്മൾ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. അതുപോലെ ഇന്നത്തെ യാത്രയ്ക്ക് മാത്രമേ രാവുകാലം ബാധകമുള്ളൂ. അതുപോലെ ഇന്നത്തെ ഗുളികനും യമകണ്ഠനും പ്രപഞ്ചത്തിലെ 2 നെഗറ്റീവ് ശക്തികളാണ്. ഓരോ ദോഷങ്ങൾ എന്ന് പറയുന്ന ഓരോ എനർജിയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത എനർജി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നെഗറ്റീവായി മാറും. അപ്പോൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് നിൽക്കുന്ന സമയമാണ് ഗുളികനും യമകണ്ഠനും നിൽക്കുന്ന സമയം. അതിൽ ഗുളികകാല സമയം വരുന്നത് 3:37 തൊട്ട് 5:10 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 12:31 തൊട്ട് 2:04 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. മുഹൂർത്തങ്ങളുടെ രാജാവാണ്, മുഹൂർത്തങ്ങളുടെ ഏറ്റവും ശക്തമാണ്, മുഹൂർത്തങ്ങളുടെ രാജാവാണ് ശരിക്കും അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തം ഇന്ന് 12:07 ആരംഭിക്കും. 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തം. 12:55 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റ് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. ഇന്ന് നമുക്ക് വസ്ത്രധാരണം നടത്തി, നമ്മളെ വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കളറിന്, വസ്ത്രത്തിൻ്റെ കളറിന് പ്രാധാന്യമുണ്ട്. എല്ലാ കളറും സൂര്യഭഗവാന്റെ കളർ തന്നെയാണ്. എങ്കിലും സൂര്യൻ്റെ പ്രകാശം ആഗിരണം ചെയ്യാൻ ചില കളറുകൾ നമ്മളെ വളരെ സഹായിക്കും. അത് താമരപ്പൂവിൻ്റെ കളറ്, റോസ് മിക്സ് ആയിട്ടുള്ളത്, മങ്ങിയ കളറുകൾ, അല്ലെങ്കിൽ തൂവെള്ള, വെളുപ്പല്ല തൂവെള്ള കളറ് ഒക്കെ നമുക്ക് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.